കർത്താവിന്റെ വിലയേറിയ നാമത്തിന് മുന്നോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്ധ്യാവേളയിലെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ ലിഡിയ, അതുപോലെ പാട്ടുപാടിയ പ്രിയ മകൾ എസ്തർ, ഓപ്പണിംഗ് പ്രെയർ ചെയ്ത അന്നമ്മാൻറ്റി, ക്ലോസിംഗ് പ്രെയർ ചെയ്യാൻ പോകുന്ന ആനിയാൻറ്റി, എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 9 ക്ലാസ്സുകളിലായിട്ട് സുവിശേഷീകരണം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ഹ്രസ്വമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമുക്ക് കൃപ ചെയ്തു. ഞാൻ ഒരിക്കലും നിങ്ങളെ ആരെയും പഠിപ്പിച്ചു എന്ന് ആരും പറയരുത്. ഞാൻ പഠിപ്പിക്കുകയല്ല ചെയ്തത്. എനിക്ക് ലഭിച്ച ചില അറിവുകൾ ഞാൻ കൈമാറുക മാത്രമാണ് ചെയ്തത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, ആത്മാർത്ഥമായ സഹകരണവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. അത് നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുന്നു. എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഈ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പലരും പങ്കെടുത്തു. എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അവസാനത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആമുഖം പറഞ്ഞ് അധികം സമയങ്ങൾ കളയുന്നില്ല. നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഫൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ക്ലാസ്സിന് എക്സാം ഉണ്ടാവും. ഇതിൻ്റെ ക്ലാസ്സസിൻ്റെ റെക്കോർഡിങ് ആവശ്യമുള്ളവർക്ക് തരാവുന്നതാണ്. പേടിക്കാനൊന്നുമില്ല. എൻ്റെ എക്സാമൊക്കെ സിമ്പിളാണ് അല്ലേ? മേരി ആൻറ്റിക്കും ഡാർലി ആൻറ്റിക്കും ഒക്കെ അറിയാം. വളരെ സിമ്പിളായിട്ടുള്ള എക്സാം. ലിഡിയയ്ക്കും ഒക്കെ അറിയാം. അങ്ങനെ വലിയ പ്രയാസമൊന്നുമില്ല. അവിടെ കഴിവതും എല്ലാവരും പങ്കെടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ചില മാറ്റങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വന്നു എന്ന് ഞാനും വിചാരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഒരു കാരണമായി തീർന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനായിട്ടും എനിക്ക് സാധിച്ചു. ഒത്തിരി നമ്മൾ ഈ വിചാരിക്കുന്നവരൊന്നുമല്ല. ഇവാഞ്ചലിസത്തെ കുറിച്ച് വ്യത്യസ്തമായ ഒരുപാട് പഠനങ്ങൾ, പ്രത്യേകിച്ചും പല സഭാവിഭാഗങ്ങൾ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള പല പ്രവർത്തനങ്ങളും അതിൻ്റെതായ രീതികളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേഴ്സണൽ ഇവാഞ്ചലിസം അത് എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം ഭവന സന്ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് സുവിശേഷീകരണം അതിൻ്റെ പ്രായോഗിക തലത്തിൽ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനിയും ചിന്തിക്കാൻ പറ്റുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ചൈൽഡ് ഇവാഞ്ചലിസം. ചൈൽഡ് ഇവാഞ്ചലിസവും വളരെ പ്രയോജനകരമായ നിലയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് ഈ ചൈൽഡ് ഇവാഞ്ചലിസം. ഈ ചൈൽഡ് ഇവാഞ്ചലിസം എന്ന് പറയുന്നത് ഒരുപക്ഷെ എല്ലാ വ്യക്തികളെ കൊണ്ടും സാധ്യമാകുന്ന ഒരു ശുശ്രൂഷ മേഖലയല്ല. കാരണം കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാനും അവരോട് സംസാരിക്കാനും അവരെ പോലെ നിന്ന് ഇടപെടേണ്ട ഒരു മേഖലയാണ് ഈ ചൈൽഡ് ഇവാഞ്ചലിസത്തിന്റെ ഒരു പ്രാധാന്യത എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അത് എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എല്ലാവരെ കൊണ്ടും അതൊന്നും നടക്കും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. കാരണം കുഞ്ഞുങ്ങളുടെ ആ മാനസികാവസ്ഥ അറിഞ്ഞ് കുട്ടികളല്ലേ, അവരെ ഒരു അരമണിക്കൂർ പോലും നമ്മൾ ഈ പറയുന്ന കഥ പറയുന്നതിലൂടെയോ പാട്ട് പഠിക്കുന്നതിലൂടെ നമുക്ക് അവരെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ അതിനുവേണ്ടി പ്രത്യേകം ട്രെയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ആ ശുശ്രൂഷകൾ അല്ലെങ്കിൽ അതിനുള്ള കോളിംഗ് ഉള്ളവരുണ്ട്. ആ ശുശ്രൂഷ അവർ ചെയ്യും. പക്ഷെ നമ്മൾ വളരെ പ്രാർത്ഥിക്കേണ്ട ഒരു മിനിസ്ട്രിയാണ് ഈ ചൈൽഡ് ഇവാഞ്ചലിസം. കാരണം ഒത്തിരി അറിവുകൾ ഉള്ളവരോടല്ല അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളോടാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ ഏത് നിലയിൽ അത് എടുക്കും എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടും ഒക്കെ വേണം. അപ്പൊ ഇവര് ഈ ചെറിയ പ്രായത്തിൽ നമ്മൾ സാധാരണ പറയാറില്ല, ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയും. അപ്പൊ ചെറിയ പ്രായത്തിൽ പഠിക്കുന്നത് എന്താണോ അത് ജീവിതത്തിന്റെ അവസാനം വരെ ഓർത്തിരിക്കും അല്ലേ? നമ്മളെല്ലാം ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നും നമ്മുടെ ഒക്കെ മനസ്സിൽ നിൽക്കുന്നത് ആ സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളും ഇല്ലേ, നമ്മുടെ ചെറിയ പ്രായത്തിൽ പഠിച്ച കഥകളും വാക്കുകളും ഒക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷെ അതിനുശേഷം നമ്മൾ ഈ പ്രായത്തിനിടയിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു അതുമെല്ലാം നമ്മുടെ മെമ്മറി നിൽക്കുന്നുണ്ട്. അപ്പൊ ചെറിയ പ്രായം എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രായമാണ് കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കാനായിട്ട്. വളരെ നല്ല ഒരു പക്ഷെ സംഭവിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ നമുക്കിടയിൽ മിനിസ്ട്രീസ് നടക്കുന്നത് പ്രായപൂർത്തിയായവർക്ക് വേണ്ടിയാ അല്ലെ? പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ യുവതലമുറകൾ മുതൽ മുകളിലോട്ടുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ മിനിസ്ട്രി നമുക്കിടയിൽ നടക്കുന്നത്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അധികം മിനിസ്ട്രികൾ നമുക്കിടയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു സങ്കടകരമായ കാര്യം ഉണ്ട്. ഒരു പക്ഷേ BBS വരുന്ന ആ സമയത്ത് ഒരു പ്രത്യേക നിലയിലുള്ള പഠനങ്ങൾ നമ്മൾ നടത്താറുണ്ട്. എന്നാൽ അത് ഉപേക്ഷിച്ച പിന്നെ നടക്കുന്ന സൺഡേ സ്കൂൾ മാത്രമാണ്. പക്ഷെ ആ സൺഡേ സ്കൂളിൽ പോലും പലപ്പോഴും നമുക്ക് നമ്മുടെ സിലബസ് ഒന്ന് തീർത്ത് വിടണം, അതായിരിക്കും ലക്ഷ്യം. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല.
അവരുടെ സ്പിരിച്വൽ ലൈഫിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ പകർന്നു കൊടുക്കാനായിട്ട് പലപ്പോഴും അധ്യാപകർക്ക് കഴിയുന്നില്ല. കാരണം ഇത്ര നാൾ അതും നമ്മുടെയൊക്കെ പുസ്തകത്തിൽ 40 പാഠോ 50 പാഠോ ഒക്കെയാണ് കിടക്കുന്നത്. അത് ഒറ്റ ക്ലാസ്സിൽ ഒരു പാഠം തീർത്തുമില്ല. പക്ഷെ അത് ഒറ്റ ക്ലാസ്സിൽ ഒരു പാഠം തീർക്കാനായിട്ട് ഈ അധ്യാപകർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നിട്ടുണ്ട്. ഞാനും പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ അത് അവിടെ സംഭവിക്കുന്നതെന്നു വെച്ചാൽ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കാനോ അവർക്ക് അവരെ സുവിശേഷം പറഞ്ഞ് അവരെ ആ രീതിയിലൊക്കെ ഒന്ന് ഇത് ചെയ്തെടുക്കാനായിട്ട് പലപ്പോഴും സാധിക്കാതെ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെയധികം ആ, പിന്നെ പ്രാധാന്യം കൊടുത്തോളൂ. ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ ഒരു ആരാധനയ്ക്ക് നമ്മളൊന്നിനെ ചിന്തിച്ചു നോക്കിയേ. ആരാധന നടക്കുമ്പോൾ ശരിയാണ്, അവിടെ കുഞ്ഞുങ്ങളെ നമുക്ക് അധികം ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷെ എത്രമാത്രം നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് ആരാധന നടക്കുമ്പോൾ. കാര്യം അവരെ നമ്മൾ പറയും കുഞ്ഞുങ്ങളല്ലേ, അവരെ ഇതിലേക്കൊന്നും കിട്ടത്തില്ല. നമ്മൾ സഹോദരന്മാർ പ്രബോധനം പറയുമ്പോഴും അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുമ്പോഴും അതിലേക്കൊന്നും കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ രീതിയിലൊക്കെ അവരെ ഒരുക്കിയെടുക്കാനായിട്ട് കഴിയണം എന്നുള്ളതാണ് നമ്മൾ ഈ ചിന്തയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ കൺവെൻഷൻ പ്രോഗ്രാമിന് പോയാലോ എത്ര കുഞ്ഞുങ്ങൾ, ആ പാട്ട് കഴിയുമ്പോഴേക്ക് അവരുടെ മൈൻഡ് മാറും. പാട്ട് നടക്കുന്ന സമയത്ത് അവർ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നതും ഒക്കെ അവർ ശ്രദ്ധിച്ചിരിക്കും. പാട്ടുകാരൻ മൈക്ക് എടുക്കുന്നതും പാടുന്നതും ഒക്കെ അവർ ശ്രദ്ധിക്കും. പക്ഷെ അത് കഴിഞ്ഞ മെസ്സേജിലേക്ക് വരുമ്പോൾ അവരുടെ ശ്രദ്ധ നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുക, അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ പഠനങ്ങളും അന്വേഷണങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇവിടെ ഞങ്ങൾക്ക് സോദരി സമാജത്തിന്റെ, ഇവിടെ സോദരി സമാജം എന്നല്ല പറയുന്ന ക്രിസ്ത്യൻ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്ന്, അതിന്റെ ക്യാമ്പ് നടക്കുമ്പോൾ അവരുടെ അമ്മമാരുടെ കൂടെ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് റാന്നിയിലുണ്ടായിരുന്ന സമയത്തും അങ്ങനെ സ്ഥലത്തിന് കോട്ടയത്തും ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്ഷൻ ആരെങ്കിലും എടുത്ത് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ സഭകളിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ആ, കുട്ടികളെ ആ, നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു മേഖല സൺഡേ സ്കൂൾ തന്നെയാണ്. അപ്പൊ ആ സൺഡേ സ്കൂളിലൂടെ എത്ര മാത്രമേ കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും, അവരെ ഇതിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനുള്ള ഒരു സ്റ്റഡി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പൊ നമുക്കറിയാം, നമ്മുടെ സൺഡേ സ്കൂളിന് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി കാണും, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററെന്നോ പ്രിൻസിപ്പാളെന്നോ ഒക്കെ വിളിക്കുന്ന തരത്തിലൊരാൾ കാണും. അതിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അധ്യാപകർ കാണും. മിക്ക സഭകളിലും സഹോദരിമാരായിരിക്കും കൂടുതലും അധ്യാപകരായിട്ട് വരുന്നത്. അപ്പൊ നമുക്കൊരു സജഷൻസ് ഒക്കെ അവിടെ പറയാം. നമുക്ക് കുറെ കൂടി കുഞ്ഞുങ്ങളെ ആകെ അരമണിക്കൂറൊക്കെ ആയിരിക്കും നമുക്ക് പഠിപ്പിക്കാൻ കിട്ടുന്നത്. അപ്പൊ ആ അരമണിക്കൂർ എന്നുള്ളത് ഒരു 45 മിനിറ്റ്സ് ആക്കിക്കൊണ്ട് അപ്പൊ ഒരു 10-15 മിനിറ്റ് നമ്മൾ അവരുമായിട്ടൊന്ന് സംസാരിക്കുക. പിന്നെ ഒരു ഞായറാഴ്ച സൺഡേ സ്കൂൾ കഴിഞ്ഞ് രാവിലെ കഴിഞ്ഞ് അവരെ വീട്ടിൽ വിട്ടു പിന്നെ അടുത്ത സൺഡേ സ്കൂളിന് അടുത്ത ഞായറാഴ്ച മാത്രമായിരിക്കും നമ്മൾ പിന്നെ അവരോട് സംസാരിക്കുന്നത്. അങ്ങനെ ആവരുത്. സൺഡേ സ്കൂൾ അധ്യാപകർ നിർബന്ധമായും ആ ഒരാഴ്ചക്കുള്ളിൽ ഇടയ്ക്കൊക്കെ അവരുമായിട്ട് സംസാരിക്കാനും അവരുടെ ആത്മീയ അന്തരീക്ഷം മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ചാൽ അത് കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ അനുഗ്രഹമായി മാറും. ഇന്ന് ധാരാളം പ്രവർത്തനങ്ങൾ നമുക്കിടയിലുണ്ട്. ഇപ്പൊ ഈ അവധി സമയമാണ്, ക്യാമ്പുകളൊക്കെ പല നിലകളിൽ ക്രമീകരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആദ്യമേ ചിന്തിച്ചതുപോലെ ആ, ആ, ചെറിയ പ്രായത്തിൽ അവർ പഠിക്കുന്ന കാര്യങ്ങളാണ് എപ്പോഴും അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. ഇപ്പം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതപാഠശാലയൊക്കെ വളരെ ചെറുപ്പത്തിലേ ഉണ്ട്. ഈ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഉണ്ട് ഇത്തരം പിന്നെ മതപാഠശാലകളൊക്കെ. നമ്മളൊരു പാട്ട് ഇങ്ങനെ കേൾക്കാറുണ്ടല്ലോ, ദൈവത്തെ മറന്ന് കുഞ്ഞെ ജീവിക്കരുത് എന്ന് പറഞ്ഞൊരു കാത്തലിക്സ്, ഒരു ബേബി ജോൺ കലയന്താനി എന്ന് പറയുന്ന ഒരു സഹോദരൻ, കത്തോലിക്ക സഹോദരൻ എഴുതിയൊരു പാട്ടുണ്ട്. ആ പാട്ടിലൊരു വരിയുണ്ട്, കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നുപോയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നുപോയോ എന്ന് അദ്ദേഹം അവിടെ എഴുതി വെച്ചതിന്റെ കാരണം അവരുടെ മതപാഠശാലയിൽ ഒരുപാട് പഠനങ്ങളുണ്ട്. അതിലൊന്നാണ്, അത് വെച്ചിട്ടാണ് ആ പാട്ടിൽ എഴുതിയേക്കുന്ന കുഞ്ഞുനാളിൽ പഠിച്ചതൊക്കെ മറന്നുപോയെന്ന് അവർ ചോദിക്കുന്നത്. അതുപോലെ പക്ഷെ നമ്മുടെ ക്രൈസ്തവ ഗായകര് പലരും ഈ ഒരു ആശയം മനസ്സിലാക്കാതെ പോലെ ഇത് പാടുന്നുണ്ട്. അപ്പം കത്തോലിക്ക സഭകളിൽ വേർപെട്ട് വന്നവരൊക്കെ പലരും ഈ പാട്ട് അങ്ങനെ പാടാറുമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ RSS അങ്ങനെയൊക്കെയുള്ള പല സംഘടനകൾ, അതുപോലെ നമ്മുടെ മുസ്ലിം, അവർക്കൊക്കെ ഇങ്ങനെയുള്ള മതപാഠശാലകൾ. അപ്പൊ അവിടെ വെച്ച് അവർക്ക് കിട്ടുന്ന ചില ട്രെയിനിങ്ങുകൾ, ആ ട്രെയിനിങ്ങിലൂടെയാണ് അവരെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. നമുക്കിടയിലുള്ള ട്രെയിനിങ് ആണ് സൺഡേ സ്കൂൾ. അപ്പൊ അത് കുറെ കൂടെ കാര്യക്ഷമമായ നിലയിൽ കൈകാര്യം ചെയ്താൽ അത് വളരെയധികം പ്രയോജനപ്പെടും. ആയുഷ്കാലം അവർ ദൈവിക ഭയത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും യൗവന കാലഘട്ടം ആകുമ്പോഴേക്കും പലരും പിന്മാറ്റത്തിലേക്ക് പോകുന്നു, ദൈവ വഴി വിട്ട് സഞ്ചരിക്കുന്നു. അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ശരിയായ നിലയിൽ ചെറുപ്രായം മുതൽ ദൈവത്തിന്റെ വചനം പഠിക്കാനും മനസ്സിലാക്കാനും, അല്ലെങ്കിൽ അതിനുള്ള ഒരു എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഒരുപക്ഷെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല.
പക്ഷെ അങ്ങനെ ഉള്ള ഭവനങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്ന ഇതാണ്. ആയുഷ്കാലം ദൈവിക ഭയത്തിൽ ജീവിക്കുന്നതിന് കുഞ്ഞുങ്ങൾ ചെറിയ പ്രായം മുതൽ ദൈവത്തിന്റെ വചനം കേൾക്കണം. നമുക്കൊരു വാക്യം വായിക്കാം. 2 തീമോഥെയോസ് 3-ാം അധ്യായം 14-ാം വാക്യം. 2 തീമോഥെയോസ് 3-ാം അധ്യായം 14-ാം വാക്യം. 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 14. എല്ലാ 14 14. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. കണ്ടോ, അവിടുത്തെ പ്രയോഗം നമ്മൾ കണ്ടു. നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ നീ ബാല്യം മുതൽ അറിയുകയും ഓക്കെ ബാല്യം മുതൽ നീ അറിഞ്ഞ കാര്യങ്ങളിൽ നിനക്ക് നിലനിൽക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ബാല്യം മുതലേ ഈ പഠനം തുടങ്ങേണ്ടതാണ്. നമുക്കറിയാം, നമ്മളൊരു വാക്യം പോലും കാണാപ്പാഠം പഠിച്ചാൽ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ആ വാക്യം നമ്മളെ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് പരിവർത്തിക്കും, ഇല്ലേ? അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞു മനസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അത് എത്രത്തോളം പ്രയോജനപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഭാരത ജനസംഖ്യ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും നല്ല ശതമാനം കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെയധികം ഉത്തരവാദിത്വത്തോടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നമുക്കിടയിൽ ഇനിയും ഉണ്ടാവണം. VBSകൾ, സൺഡേ സ്കൂളുകൾ, ക്രിസ്തീയ ബാലസാഹിത്യങ്ങൾ, ബാലപാഠങ്ങൾ, ബാലസാഹിത്യങ്ങളൊക്കെ ധാരാളം നമുക്കിടയിലുണ്ട്. അതുപോലെ പപ്പർ ഷോ എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു കുഞ്ഞുങ്ങൾക്ക് ഒരു വിനോദത്തിന് വേണ്ടി നടത്തുന്നു എന്നതിലുപരിയായിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് നമ്മൾ നടത്തുമ്പോൾ അതിലൂടെ എന്തെങ്കിലും ഒരു സന്ദേശം അവരുടെ ഹൃദയത്തിലേക്ക് എത്തക്കത്തക്ക നിലയിൽ ഉള്ള പ്രോഗ്രാമുകൾ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ശുശ്രൂഷാപരമായ പല കാര്യങ്ങളിലും ചൈൽഡ് ഇവാഞ്ചലിസത്തിന് കുറെ കൂടെ ഒക്കെ പ്രാധാന്യം നമുക്കിടയിൽ അർഹമായിട്ടുണ്ട്. അത് ആവശ്യമാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ആ ഒരു ആത്മഭാരത്തോടുകൂടെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്തും അവരുടെ പ്രവർത്തനങ്ങളെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും സുവിശേഷ പ്രവർത്തനങ്ങളെ ബന്ധത്തിൽ ചിന്തിച്ചത് ആളാം പ്രതി വേല, ഭവന സന്ദർശനം. ആളാം പ്രതി വേല കഴിഞ്ഞിട്ട് ഭവന സന്ദർശനത്തെ കുറിച്ച് ഡീപ്പായിട്ടൊന്നും നമ്മൾ പറഞ്ഞില്ല. പക്ഷെ എങ്ങനെ അത് പറയാത്തതിന് കാരണം മുമ്പ് പലതവണ ഭവന സന്ദർശനം എന്നുള്ള വിഷയം നമ്മുടെ പല ക്ലാസ്സുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിന്തിച്ചത് ചൈൽഡ് ഇവാഞ്ചലിസമാണ് ചിന്തിച്ചത്. മറ്റൊന്നെന്ന് പറയുന്നത് സാഹിത്യ പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് അതേക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചു എന്നെനിക്ക് തോന്നുന്നു, അല്ലെ? ഈ സാഹിത്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ലഘുലേഖ കൊടുക്കുന്നതടക്കം ഇതെല്ലാം സാഹിത്യ പ്രവർത്തനങ്ങളാണ്. പൊതുവെ മനുഷ്യന് ഇന്നത്തെ കാലത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, വായന മരിക്കുന്നു എന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം വായന മരിക്കുന്നു എന്ന് ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട് വായന മരിക്കുന്നു. പക്ഷെ എൻ്റെ ഈ 2-3 വർഷത്തെ ഒരു അന്വേഷണത്തിനിടയിൽ പല കുട്ടികളുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ, യൗവനക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് മനസ്സിലായത് മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആഫ്റ്റർ റിട്ടയർമെന്റ് ഒരു 55-60 വയസ്സിന് ശേഷം മിക്കവാറും വീട്ടുകളിലെ കാര്യങ്ങളും അതുപോലെ ജോലിഭാരങ്ങളൊക്കെ കുറഞ്ഞ ആൾക്കാരും നല്ല വായനാശീലത്തിലേക്ക് പോകുന്നവരുണ്ട്. കുറഞ്ഞ പക്ഷെ ഒരു ബൈബിൾ എങ്കിലും ഇരുന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇനിയിപ്പം വേറൊന്നും ചെയ്യാനില്ല, കൂടുതലായിട്ടിരുന്ന് വായിക്കുക എന്നുള്ളത്. അപ്പം വായന മരിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നും ഇല്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേപ്പറുകളും ബുക്കുകളും ഒക്കെ നോക്കി വായിച്ചുകൊണ്ടിരുന്ന തലമുറ ഇന്നത് ഡിജിറ്റൽ മേഖലയിലേക്ക് വായന മാറി എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ യൂത്ത്സില് കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. ആ കുട്ടികള് നന്നായിട്ട് മലയാളം കൈകാര്യം ചെയ്യുന്ന കുട്ടികളാണ്, നന്നായിട്ട് ഇംഗ്ലീഷും കൈകാര്യം ചെയ്യുന്നവരാ. അപ്പൊ അവര് നന്നായിട്ട് വായിക്കും. അപ്പൊ ഈ വായനാശീലത്തെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ പല സംസാരവും നടത്തിയപ്പോൾ ഈ കുട്ടികളൊക്കെ വായിക്കുന്നവർ. അപ്പൊ വായന മരിക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് തെറ്റാണ്. പക്ഷെ നമ്മൾ വായിക്കണം. അഥവാ ഇനിയും ഈ കൂട്ടത്തിൽ വായിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും, യൗവനക്കാര് വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായനയ്ക്ക് വേണ്ടി നമ്മൾ സമയം ചെലവാക്കണം. ചിലർക്ക് കേട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക, ചിലർക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ചിലർക്ക് വായനയിലൂടെ മനസ്സിലാക്കാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടം വായിക്കുന്നതാണ്. ഒരു വിഷ്വൽ ആണെങ്കിൽ അത് കാണുന്നതിനേക്കാൾ, ഒരു പാട്ടാണെങ്കിൽ അത് കണ്ട് അത് കേൾക്കുന്നതിനേക്കാൾ
അത് കേട്ട് മനസ്സിലാക്കുന്നതിനോടാണ് കൂടുതൽ താല്പര്യം. പക്ഷെ എല്ലാവരുടെയും അഭിരുചി അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തീയ സഹോദരി മാഗസിന് വായിക്കാനായിട്ട് മാഗസിൻ ഒരുക്കുന്നുണ്ട്, കേൾക്കാനായിട്ട് നമ്മൾ ഓഡിയോ ക്ലിപ്പ് ഒരുക്കുന്നുണ്ട്, പിന്നെ ചില പ്രോഗ്രാംസ് നമ്മൾ വീഡിയോ നമ്മൾ പുറത്തിറക്കുന്നുണ്ട്. അപ്പൊ ഇത് പിന്നെ പലരും ചോദിക്കും എന്തിനാ ഓഡിയോ, എന്തിനാ വീഡിയോ? നിങ്ങൾക്കറിയാമോ, ഞാനിപ്പോ ഈ ക്ലാസ്സിനോട് ജമ്മു കാശ്മീരിലുള്ള ചില സഹോദരിമാര്, അവർക്ക് മലയാളം കേട്ടാൽ അറിയാം. വിദേശത്തുള്ള കുറച്ച് സഹോദരിമാർ, അവർക്ക് മലയാളം കേട്ടാൽ അറിയാം, വായിക്കാൻ അറിയില്ല. പക്ഷെ അവർ നമ്മുടെ ഓഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ ഓരോ പ്രാവശ്യവും യൂട്യൂബിൽ നമ്മുടെ ഓഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇത് മൊത്തം കേട്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ പണ്ട് കേരളത്തിൽ ജനിച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മറ്റു പല സ്ഥലങ്ങളൊക്കെ ആയിരിക്കുന്നവരുണ്ട്. അതുപോലെ ഈ തലമുറയിലെ പലർക്കും മലയാളം അറിയത്തില്ല. ഇത് ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടാവാൻ തന്നെ കാരണം, ക്രിസ്തീയ സഹോദരിയുടെ ഫസ്റ്റ് ലക്കം മാഗസിൻ നമ്മൾ പുറത്തിറക്കിയ ശേഷം ഞാനത് പാലാരിവട്ടം അസംബ്ലി കൊണ്ടുചെന്നപ്പം ഒരു ആന്റി, ലില്ലി ജോൺ ആന്റി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോളെ പിറ്റേ ആഴ്ച എന്നോട് വന്ന് പറഞ്ഞു, മോളെ മാഗസിൻ നന്നായിട്ടുണ്ട്, നല്ല വർക്കാ, ഞാനത് മൊത്തം വായിച്ചു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഞങ്ങളുടെ പിള്ളേർക്കൊന്നും ഇത് വായിക്കത്തില്ല. മനസ്സിലായില്ലേ? പിള്ളേർക്ക് മലയാളം അറിയത്തില്ല. അപ്പൊ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഈ കാര്യം പറഞ്ഞു. അപ്പൊ അന്നേരം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെ നമുക്കൊരു ഓഡിയോ മാഗസിൻ അങ്ങ് തുടങ്ങാം. അങ്ങനെയാണ് നമ്മൾ ഈ ഓഡിയോ മാഗസിനിലേക്ക് പോകുന്നത്. അത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, ഇത് നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ്. അതിലുപരി എവിടെയൊക്കെയോ ആർക്കൊക്കെയോ ഇത് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ സാഹിത്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നിസ്സാരമല്ല. അതിൽ വായിക്കാൻ ആൾക്കാരുണ്ട്, നമ്മൾ വിചാരിക്കുന്നവരല്ല. അത് നമുക്ക് നന്നായി ചെയ്താൽ ഏറ്റവും വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന പിന്നെ ഒരു കാര്യമാണിത്. ഇനി നമ്മളെ കേൾക്കാൻ പലപ്പോഴും പലരും തയ്യാറാകുന്നില്ലെങ്കിലും വായിക്കാൻ പലരും തയ്യാറാകും. അപ്പൊ നമ്മളോട് അത്ര താല്പര്യമില്ലെങ്കിൽ പോലും അത് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് ആ ലഘുലേഖ എടുത്ത് നോക്കുന്നവര് ഉണ്ടാവാം. ഈ വഴിയിൽ കിടന്ന് ലഘുലേഖ എടുത്തിട്ട് വായിച്ച് മാനസാന്തരപ്പെട്ടവരുടെ സാക്ഷിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം ജെ.സി. ദേവ് സാറ് മുണ്ടക്കയം ആ ഭാഗത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പെൺകുട്ടി കൊണ്ടുകൊടുത്ത ട്രാക്റ്റാ അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത്. അദ്ദേഹം അത് വായിച്ചു. ആദ്യം അത് വിമുഖതയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അത് വായിച്ചു. ആ വായിച്ചതിലൂടെയാണ് അദ്ദേഹം രക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാലോ അദ്ദേഹത്തിലൂടെ ഈ ക്രൈസ്തവ സഭയ്ക്ക് ലഭിച്ച സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെ എത്രയോ പേര് ഈ ക്രൈസ്തവ സാഹിത്യ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചതിലൂടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അധികമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഘുലേഖകൾ എഴുതുക അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇന്ന് ഈ ആധുനിക യുഗത്തില് ഡിജിറ്റൽ മേഖല ഇത്രയും സർവ്വസാധാരണമായ നിലയിൽ തുടർച്ചയായിട്ട് ഡിജിറ്റൽ ആയിട്ടുള്ള ട്രാക്റ്റുകൾ ഇറക്കുന്നവരുണ്ട്. അതും ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇതൊക്കെ ഫോണിൽ ഇങ്ങനെ കാണുമ്പോൾ എന്തിനാ ഇതൊക്കെ ചുമ്മാ അത് ഓരോരോ പണികൾ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനൊന്നുമല്ല. ഇപ്പൊ നമ്മളൊരു 1000 കോപ്പി നമ്മൾ ഇറക്കിയിട്ട് ഒരെണ്ണമേ അത് വായിച്ചിട്ടുള്ളൂ എങ്കിലും അതും തിരുനാമമുഹൂർത്തത്തിന് കാരണമാകും. ഇല്ല, 1000 കോപ്പി ബാക്കി അത്രയും നഷ്ടമാകുന്നതിൽ അങ്ങ് പോകട്ടെ എന്ന് നമ്മൾ വെക്കണം. ബാക്കി ആ ഒരെണ്ണം പ്രയോജനപ്പെട്ടെങ്കിൽ അല്ലേ? കാരണം ഇടയന് 100 ആടുണ്ടായിരുന്നു, അതിലൊന്ന് നഷ്ടപ്പെട്ടു. എന്നിട്ട് ആ ബാക്കി 99 കർത്താവ് സേഫ് ആക്കി വെച്ചിട്ട് ആ ഒന്നിന്റെ പുറകെ പോയി. അതാ ഇടയന്റെ സ്നേഹം. ആ ഒന്ന് മതി. ആ ഒന്ന് എന്ന് പറയുന്നത് ഒരുപക്ഷെ മനുഷ്യരായ നമുക്ക് മാനുഷിക നില പോയത് പോട്ടെ, അത് പോയിട്ട് വരട്ടെ, അനുസരണം കേട്ട് പോയതല്ലേ, അത് എപ്പോഴേക്കും തിരിച്ചു വരും എന്നുള്ള ധാരണയിൽ ഒരുപക്ഷെ മാനുഷികമായ നിലയിൽ നമ്മളതിനെ ചിന്തിക്കുമായിരിക്കും. പക്ഷെ ഒരിടയൻ അങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കത്തില്ല. ആ ഇടയൻ എന്താ ചെയ്തത്? ആ ഒന്നിനെ തേടി ആ ഇടയൻ പോകുക, ഇല്ലേ? ആ ഒന്ന് ആ ഇടയന് വിലപ്പെട്ടതാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വ്യക്തികളിൽ നമ്മൾ 10 പേർക്ക് ട്രാക്ട് കൊടുത്തു, 9 പേരും വായിച്ചില്ല, അല്ലെ 5 പേരും വായിച്ചില്ല, ബാക്കി അത്രയും പേര് മതി. അത്രയും പേര് കർത്താവിന് വിലപ്പെട്ടവര്. ആ ബാക്കിയുള്ളവരെ കൊണ്ടുവരാനും കർത്താവിന് കഴിയും. ഓക്കെ, അപ്പൊ സാഹിത്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വളരെ ഫലവത്തായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അത് എഴുതാൻ കഴിവുള്ളവർ നന്നായിട്ട് യേശുക്രിസ്തുവിന്റെ സന്ദേശത്തെ കുറിച്ച് എഴുതണം. മേരിയാന്റെ ഒക്കെ പണ്ടൊക്കെ എഴുതും, അതിപ്പോ എഴുതുന്നില്ല. അത് എഴുതണം, എഴുതി ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കണം. അപ്പൊ ഇത്രയും ഞാനിപ്പോ സോഷ്യൽ മീഡിയയിലേക്ക് വരിക, ഒരുപാട് ചാൻസസും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ സഹോദരിയുടെ ആപ്തവാക്യം തന്നെ എന്തുവാ? ടേൺ പോസിബിലിറ്റീസ് ഇൻടു ഓപ്പർച്യൂണിറ്റീസ്, അല്ലേ? സാധ്യതകളെ അവസരങ്ങളാക്കി മാറ്റണം. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള എല്ലാ സാധ്യതകളെയും നമുക്ക് അവസരങ്ങളാക്കി മാറ്റാനായിട്ട് കഴിയണം. നിങ്ങളൊക്കെ ട്രാക്റ്റുകൾ എഴുതണം. പിന്നെ അഥവാ ഇനിയും എഴുതാൻ വലിയ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എഴുതിക്കോ. ബാക്കി എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. അതുകൊണ്ട്
പിന്നെ അത്തരം കാര്യങ്ങളോടൊന്ന് ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വിതരണം ചെയ്യുന്ന സുവിശേഷ പ്രതികൾ അല്ലെങ്കിൽ ലഘുലേഖകൾ, ട്രാക്റ്റുകൾ, അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തന്നെ അത് കൃത്യമായിട്ടും വായിച്ചിരിക്കണം. നമ്മൾ വായിക്കാത്ത ഒരു ട്രാക്റ്റ് നമ്മൾ ഇതും ലഘുലേഖയും നമ്മൾ ആർക്കും കൊടുക്കാൻ പാടില്ല. കാരണം അവരേതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും നമ്മളോട് ചോദിച്ചാൽ മറുപടി പറയാനായിട്ട് നമ്മൾ തയ്യാറാവണം. തന്നെയല്ല, നമ്മൾ എന്താ കൊടുക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യം നമുക്ക് ഉണ്ടാവണം. ഒരു ട്രാക്റ്റാന്ന് പറഞ്ഞ് യഹോവ സാക്ഷിക്കാരും ട്രാക്റ്റ് കൊണ്ട് തരാറുണ്ട്, ഇല്ലേ? നമ്മൾ ധൃതിക്കേണ്ടല്ലേ യഹോവ സാക്ഷിക്കാരുടെ ട്രാക്റ്റ് കൊണ്ടാണോ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് എല്ലാം നോക്കി അത് അടുക്കി നല്ല ഭദ്രമായിട്ട് അടുക്കി. ചിലപ്പം ഈ പിന്നെ 3 pages ഒക്കെ ഉള്ള ഇങ്ങനെ മടക്കിയൊക്കെ വെക്കാൻ പറ്റുന്ന ട്രാക്റ്റുകൾ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം എടുത്ത് നന്നായിട്ടൊക്കെ മടക്കി വെച്ച് നന്നായിട്ട് അടുക്കി അത് ഓരോരുത്തർക്ക് കൊടുക്കാൻ പാകത്തിന്, എളുപ്പത്തിൽ കൊടുക്കാൻ പാകത്തിനൊക്കെ അത് ചിലപ്പോൾ 2-3 ട്രാക്റ്റുകൾ ഒന്നിച്ച് നമ്മൾ ചിലപ്പം കൊടുക്കുന്ന സാഹചര്യം, അതൊക്കെ ഒന്ന് അടുക്കി അതിന്റെ ലെവലിലൊന്ന് വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പം ഈ ആകർഷകമായ ഹെഡിങ് ഉള്ള ട്രാക്ട് ഇതുണ്ടാവും. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, ആകർഷകമായ ഹെഡിങ് ഉള്ളത് ഏറ്റവും മുകളിൽ വെച്ചിട്ട് ബാക്കി അത്ര ആകർഷകമില്ലാത്തതൊക്കെ അതിനടിയിലൊക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിലൊക്കെ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ട്രാക്ട് നിർബന്ധമായിട്ട് നമ്മളത് വായിച്ചിട്ട് മാത്രമേ കൊടുക്കാവൂ. മാത്രമല്ല, തിരുവചനം ആധാരമായിട്ടുള്ള ട്രാക്റ്റുകൾ മാത്രമേ നമ്മൾ വിതരണം ചെയ്യുക. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ വിശദമാക്കിയിരിക്കുന്നത് ദൈവവചനത്തില്. ആ ദൈവവചനം ആധാരമായിട്ടുള്ള സുവിശേഷ പ്രതികൾ മാത്രമേ നമ്മൾ കൊടുക്കാവൂ. മാത്രമല്ല, ദുരുപദേശങ്ങളും അതുപോലെ രാജ്യ നിയമങ്ങൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും പ്രയോഗങ്ങൾ അതിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം, പരിശോധിക്കണം. അത് മാത്രമല്ല, അങ്ങനെയുള്ളവ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കൈമാറരുത്. ഇനി മഹാത്മാഗാന്ധി എന്ന് നമ്മൾ പറയാറുണ്ട്. മഹാത്മാഗാന്ധിജി എന്ന് നമ്മൾ പറയാറില്ല. ഗാന്ധിജി എന്ന് പറയും, മഹാത്മാഗാന്ധി എന്ന് പറയും, പക്ഷെ മഹാത്മാഗാന്ധിജി എന്ന് പറയാറില്ല. മഹാത്മാ ഉണ്ടെങ്കിൽ പിന്നെ ജിയുടെ ആവശ്യം അവിടെ ഇല്ല, ജി ഉണ്ടെങ്കിൽ മഹാത്മയുടെ ആവശ്യവും ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഏതെങ്കിലും തരത്തിലുള്ള ടൈപ്പിംഗ് മിസ്റ്റേക്കോ വേണ്ടത്ര രീതിയിലുള്ള പ്രൂഫ് റീഡിങ്ങോ നടത്താതാണ് ഇത് പ്രിന്റിങ്ങിന് പോയി തിരിച്ചു വരുന്നതെങ്കിൽ, ഇതൊക്കെ നമ്മുടെ രാഷ്ട്രപിതാവിനെ അവഹേളിക്കുന്നതിന് തുല്യമായിട്ടാണ് അത് പിന്നെ പരിഗണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും വരുന്നുണ്ടോ, വരാത്ത കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മളത് ചെയ്യണം. ചിലരുണ്ട്, ചില ട്രാക്റ്റുകളൊക്കെ എഴുതുമ്പോൾ മറ്റു മതവിഭാഗങ്ങളെയൊക്കെ കുറ്റപ്പെടുത്തിയൊക്കെ എഴുതാറുണ്ട്. ഒരുപക്ഷെ എഴുതുന്ന വ്യക്തിക്ക് അത് നേരിടാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരിക്കും, പക്ഷെ കൊടുക്കുന്ന വ്യക്തിക്ക് അത് നേരിടാനുള്ള തൻ്റെ ഇടം ഉണ്ടാവണമെന്ന് ഇല്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ട്രാക്റ്റുകൾ വിതരണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലുള്ളവർ അല്ലെങ്കിൽ ഓരോ ഏരിയയിലുള്ളവർ അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ എങ്ങനെയുള്ളവരാണ് എന്ന് മനസ്സിലാക്കി മാത്രമേ നമ്മൾ ഇത്തരം സാഹിത്യ പ്രതികൾ കൊണ്ടുകൊടുക്കാവൂ. പണ്ട് ചുങ്കപ്പാറയിൽ ഒരു സംഭവം ഉണ്ടായെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിൻവാദ് പാലം എന്ന് പറയുന്ന ഞങ്ങളുടെ അടുത്ത സ്ഥലമാണ് ചുങ്കപ്പാറ. അവിടെ ഒരു ഇങ്ങനെയുള്ള ലഘുലേഖ വിതരണം ചെയ്ത് ഭയങ്കര പ്രശ്നമായിട്ട് കുറെ മാസങ്ങളോളം അതിന്റെ പ്രതിസന്ധികൾ നീണ്ടു നിന്നു. കഴിവതും ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നിലപാടുകളിലേക്ക് നമ്മൾ പോകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യം. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലുള്ളവർ അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ അവരെങ്ങനെയുള്ളവരാണെന്ന് അറിഞ്ഞിട്ട്, ഇപ്പം ഏതെങ്കിലും പിന്നെ ചില ട്രാക്റ്റുകൾ പള്ളി ബേസ് ചെയ്ത് എഴുതുന്ന ട്രാക്റ്റുകളൊക്കെ ഉണ്ടാവും. അത് പോയി ഹൈന്ദവരുടെ പക്കൽ കൊണ്ടു കൊടുക്കാതെ നമ്മളത് ശ്രദ്ധിക്കണം, അല്ലെ? നമ്മളത് കൊണ്ടു കൊടുക്കേണ്ട കാര്യമില്ല. അവർ നോക്കില്ല, ഇത് മൊത്തം കുറ്റം കുറവാണല്ലോ എന്ന് അവർ പറയും. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ കൊടുക്കുന്ന പിന്നെ ലഘുലേഖകൾ അല്ലെങ്കിൽ പുസ്തകം, ചെറിയ ബുക്ക്ലെറ്റുകൾ നമുക്കാവാം. പണ്ടൊരു ബുക്ക്ലെറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, തമ്പിയുടെ ഹൃദയം, അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം. ഇപ്പോഴും ഞാൻ സോഷ്യൽ മീഡിയയിൽ അത് എടുത്ത് നോക്കാറുണ്ട്. അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊരു ഇൻട്രസ്റ്റീവായിട്ടാണ് അത് വായിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെ എത്ര പ്രാവശ്യം വായിച്ചത്. ഈ തമ്പിയുടെ ഹൃദയത്തിൽ ഉള്ള ഈ പാമ്പ്, പുഴു, ഇതിനെയൊക്കെ എത്ര നേരം നോക്കിയിരുന്നിട്ടുണ്ടെന്നറിയാം. എന്നിട്ട് ഓരോ ലക്കം വരുമ്പോഴും ഓരോ ഭാഗം വരുമ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്നത്, അല്ലേ? പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ബുക്ക്ലെറ്റ് പിന്നീട് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് ഒത്തിരി പേരെ സ്വാധീനിച്ച ഒരു ബുക്ക്ലെറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില ബുക്ക്ലെറ്റുകളൊക്കെ നമുക്ക് കൊടുക്കുമ്പോൾ അതിന് നമ്മൾ തന്നെ ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ ആകർഷണീയമായ തലക്കെട്ടും പുറം കവറും നല്ല ഡിസൈനിങ്ങോടുകൂടെ നല്ല വർക്കോടുകൂടെ
നമുക്കത് കൊടുക്കാൻ സാധിച്ചാൽ ആൾക്കാരത്, ഈ തമ്പിയുടെ ഹൃദയമൊക്കെ അത്ര ശ്രദ്ധിക്കപ്പെട്ടതിന്റെ കാരണം ആ പിക്കൊക്കെ അല്ലെ ഡിസൈൻ ചെയ്തേക്കുന്ന ആ ഒരു പ്രത്യേക രീതിയിൽ അത് ആര് കണ്ടാലും അത് മേടിച്ചൊന്ന് നോക്കും. ആ രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആകർഷണീയമായിട്ടുള്ള തലക്കെട്ടുകള്, പുറം കവറുകളൊക്കെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രാക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസ് എടുത്തിട്ട്, ഇപ്പൊ നമ്മള് മുമ്പൊരിക്കല് നമ്മുടെ മാത്യു പോളങ്കിള്, നിത്യത്തിൽ ശ്രമിക്കുന്ന മാത്യു പോളങ്കിൾ നീലഗിരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ട്രാക്ട് ഇറക്കിയതിനെ കുറിച്ചൊക്കെ ഞാൻ വായിച്ചു. കുറെയൊക്കെ കാര്യങ്ങൾ സീരിയസ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങള് ഞാൻ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് അവിടെയുള്ള ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയാണ് അങ്കിൾ അത് തയ്യാറാക്കിയത്. അതവിടെ അങ്കിളുടെ മോന് പിന്നെ അതുപോലെ നമ്മുടെ ടിഫ്ല ചേച്ചിയൊക്കെ അവിടെ പോയി അത് വളരെ നന്നായിട്ട് അവർ ആ വർക്ക് ചെയ്തു. അപ്പം അവർ ആ ട്രാക്ട് എഴുതി, അത് ഏതോ പിന്നെ നീലഗിരി എന്ന സ്ഥലത്താണ്, ഒരു തമിഴുണ്ട്, പിന്നെ വേറെ ഏതോ ഒരു ലാംഗ്വേജുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ലാംഗ്വേജിൽ തന്നെ അവർ ആ ട്രാക്ട് ഇറക്കി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു ട്രാക്ട് ഇറക്കിയാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് അവിടെ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള സന്ദേഹം വേണ്ട. അത് അവിടേക്ക് മാത്രമായിട്ടുള്ള ട്രാക്റ്റുകൾ നമുക്ക് ഇറക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇപ്പൊ ട്രിവാൻഡ്രം സൈഡിലോട്ട് ചെന്നാൽ അവിടുത്തെ സംസാരത്തിന് ഒരു സ്ലാങ് ഉണ്ട്, ഇല്ലേ? പണ്ട് ഈ PM ജോസഫ് അപ്പച്ചന് ഒരു പാട്ട് എഴുതി, "വന്നോടിൻ സോദരരെ നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം" എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്ക്, നമ്മുടെ ജോയ് ജോണങ്ങളുടെ ഫാദർ എഴുതിയ പാട്ട്. അപ്പൊ ആ ഒരു പ്രത്യേക ആൾക്കാർക്ക് വേണ്ടി അവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം അത് എഴുതിയത്. ഇന്നാണ് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ എഴുതിയാൽ ഒരുപാട് വിമർശിക്കപ്പെടും. അതിന്റെ സാഹിത്യം ശരിയായില്ല, അതിന്റെ രാഗം ശരിയായില്ല, അതിന്റെ ഈണം ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ട്. പക്ഷെ അന്ന് അത് വിഷയമായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ ചോദിച്ചാല് നമ്മുടെ ഏരിയകൾ തിരിച്ചറിഞ്ഞുള്ള സ്ലാങ്ങുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടൊന്നും തെറ്റില്ല. അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറെ കൂടെ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, അതാത് സ്ഥലങ്ങളിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസം, അതുപോലെ മതം, പിന്നെ ഇങ്ങനെയുള്ള സംസ്കാരം, അവരുടെ സംസ്കാരം ഒക്കെ അറിഞ്ഞ് അതിനനുസരിച്ചുള്ള ഗ്രന്ഥങ്ങൾ, ബുക്ക്ലെറ്റുകൾ, ട്രാക്റ്റുകൾ നമ്മൾ തയ്യാറാക്കാനും, ഞാൻ ഈ സംസാരിക്കുന്നത് വിതരണം ചെയ്യുന്നത് മാത്രമല്ല തയ്യാറാക്കുന്ന കാര്യം കൂടെയാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല നമ്മുടെ ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില കഥകൾ, അതൊക്കെ ചിത്രകഥാ രൂപത്തിൽ നമുക്ക് അറിയിക്കാനായിട്ട് സാധിക്കും. ഈ 2-3 ലക്കമായിട്ട് നമ്മുടെ മാഗസിനിലെ ചിത്രകഥകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചിത്രകഥകൾ കൊണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ അതിന്റെ പിക്ചേഴ്സ് പലരെ ആകർഷിക്കാനുള്ള, നമ്മൾ ഈ തമ്പിയുടെ ഹൃദയം എന്നൊക്കെ പറഞ്ഞ പോലെ അതിന്റെ പിക്ചേഴ്സ് ആകർഷിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇന്നും എൻ്റെ മനസ്സിൽ പണ്ടത്തെ ബാലരമയെ വന്ന പടങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ, കബീഷിന്റെ വാലെന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ എന്തൊരു ചിന്തയാ പോകുന്നതെന്നറിയാം. കാരണം അതൊക്കെ ഇപ്പോഴും മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുക. കബീഷിന്റെ വാല്, ഒരു മായാവി, കാലിയ എന്ന് പറഞ്ഞൊരു കാക്കയാ. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. അപ്പൊ ഈ പിക്ചർ എന്ന് പറയുന്നത് മനുഷ്യനെ സ്വാധീനിക്കും. ഞങ്ങൾ ഒരിക്കൽ ട്രിവാൻഡ്രത്ത്, ഞാനും ഹസ്ബൻഡ് പിന്നെ വേറെ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഈ ഭിത്തിയിലല്ലേ എന്തൊക്കെയോ പടങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലായിട്ട്, കാര്യം എനിക്ക് വര എന്ന് പറയാൻ സാധനം പണ്ടേ അറിയത്തില്ല. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു തന്നു, ഇത് ഒരു രാജാവിന്റെ ചരിത്രമാണ്, തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഒരു രാജാവിന്റെ ചരിത്രമാണ് ആ പിക്ചറിൽ പിന്നെ വരയിൽ പറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ചരിത്രം പുള്ളി അത് നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരിക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവരുണ്ട്, ഇല്ലേ? എനിക്കറിയില്ല. പക്ഷെ അതുപോലെ ഞങ്ങൾ ഇവിടെ അടുത്തൊരു റെസ്റ്റോറന്റ് ഞങ്ങൾ ഇടയ്ക്ക് കയറുമ്പോൾ അവിടെ ഇതുപോലെ പിന്നെ കുറച്ച് വരകൾ മാത്രമേ ഉള്ളൂ. അതും കൃത്യമായിട്ട് അന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ചോദിച്ചാൽ, ഇതൊക്കെ ശ്രദ്ധിക്കാൻ കഴിയുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാര് നമുക്കിടയിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചിത്രകഥകള്, ചിലരുടെയൊക്കെ ജീവചരിത്രങ്ങളൊക്കെ നമുക്ക് ആ രീതി ചെയ്യാനായിട്ട് സാധിക്കും. ബൈബിൾ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ട്രാക്റ്റുകൾ കൊടുത്താൽ അത് വളരെ പ്രയോജനപ്പെടും. ഇപ്പൊ ഈ അടുത്ത സമയത്ത് നമ്മുടെ ജോൺ സസി ഫിലിപ്പ് സാർ ഇംഗ്ലീഷിലുള്ള ഇങ്ങനത്തെ ഉള്ള ചിത്രകഥാ രൂപത്തിലുള്ള ട്രാക്റ്റുകൾ, ചെറിയ ബുക്ക്ലെറ്റുകളൊക്കെ സാർ ഇതുപോലെ പുറത്തിറക്കുന്നുണ്ട്. അതിന്റെ പ്രിന്റും ഒക്കെ പുറത്തിറക്കുന്നു. അത് ഒത്തിരി പേർക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. ഇനി അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകുകയാണ്. മറ്റൊരു കാര്യം കൂടെ നമുക്ക് പെട്ടെന്ന് പറയാം. അതായത് ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സ് ഇന്നത് എത്രത്തോളം പിന്നെ റിസൾട്ട് അതിൽ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. മുൻകാലങ്ങളിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കറിയാം, തപാൽ വഴി ഇങ്ങനെയുള്ള ബൈബിൾ കറസ്പോണ്ടൻസ്, ബൈബിൾ മെറ്റീരിയൽസ് നമുക്ക് വരുമായിരുന്നു. അപ്പൊ ആരോ അയച്ചു, നമുക്കത് അറിയത്തില്ല, ആരാന്ന് പോലും നമുക്ക് ഇന്നും അറിയത്തില്ല. പക്ഷെ അന്നൊക്കെ ഇരുന്ന് നമ്മളത് പഠിച്ച് അതിന്റെ ആൻസേഴ്സ് ഒക്കെ എഴുതി അയക്കുമായിരുന്നു. ഇന്ന് ഇപ്പൊ തപാൽ വഴി ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്, പണ്ടത്തെ പോലെ അല്ല. കാരണം തപാലിന്റെ
ഈ പോസ്റ്റ് ഓഫീസിന്റെ സാധ്യതകളെല്ലാം കുറെ അധികം മങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് ഞാൻ പറയാം. പിന്നെന്ന് പറയുന്നത് മീഡിയ ഇവാഞ്ചലിസം, അതായത് എഴുത്ത്, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങൾ. ഉദാഹരണം, റേഡിയോ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ KP യോഹന്നാൻ എന്ന് പറയുന്ന ആ ദൈവവൃത്യന്റെ പല മെസ്സേജുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഓരോ പ്രഭാതം വിടരുന്നതും അല്ലേ, ഞാൻ KP യോഹന്നാൻ ആത്മീയാത്ര എന്നൊക്കെ പറഞ്ഞു വരുന്ന ആ ഒരു ഇത് കേട്ടാണ് നമ്മളൊക്കെ വന്നത്. എത്രയോ ആത്മീയ ചിന്തകൾ നമ്മൾ അതിൽ കൂടെ കേട്ടിട്ടുള്ളവരാണ്. പിന്നീട് ടെലിവിഷൻ വന്നു. ടെലിവിഷൻ വന്നപ്പോൾ ആദ്യം നമ്മൾ അതിനെയൊക്കെ ശക്തമായിട്ട് എതിർത്തെങ്കിലും പിന്നീട് ആ സാധ്യത നമ്മൾ ഉപയോഗിച്ചു. എന്തിനാ? സുവിശേഷത്തിന് വേണ്ടി, ദൈവവചനം സംസാരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു. ഇപ്പോൾ നമുക്കിടയിൽ ടെലിവിഷൻ ചാനൽ തന്നെ, ക്രൈസ്തവ ചാനൽ തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശ്രവ്യ മാധ്യമങ്ങൾ പലതുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൽ വരെ നമുക്കത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് കേൾക്കാനും പറയാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് സോഷ്യൽ മീഡിയ ഇവാഞ്ചലിസത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയ ഇവാഞ്ചലിസം എന്ന് പറയുന്ന ഈ വിഷയത്തോടനുബന്ധിച്ച് നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. 1 Corinthians chapter 10 verse 31. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 31-ാം വാക്യം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. അത്രേ ഉള്ളൂ. അതായത് സോഷ്യൽ മീഡിയ വഴി സുവിശേഷം പറയണമെന്ന് ദൈവവചനത്തിലില്ല. പലരും ചോദിക്കാറുണ്ട്, ഈ സോഷ്യൽ മീഡിയ സുവിശേഷീകരണം എന്താണ്? അങ്ങനെയാണ് ടെലിവിഷൻ സുവിശേഷീകരണം എന്താണ്? റേഡിയോ സുവിശേഷീകരണം എന്താണ്? അപ്പൊ നമ്മൾ ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ എന്ത് ചെയ്താലും ദൈവത്തിന് മഹത്വം കൊടുക്കുക. 3 കാര്യങ്ങൾ നമ്മൾ ഇത്തരം ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കാനായിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് അതൊന്ന് പറഞ്ഞു പോകാം. ഒന്ന്, ഇത് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 2, മഹാനിയോഗം നിർവഹിക്കാനുള്ള ഒരു മാർഗമായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 3, അറിവിന്റെ തലമുറ. ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് നമ്മൾ വളർന്ന ഒരു സാഹചര്യത്തിലുള്ള തലമുറയല്ല. അതുകൊണ്ട് ഈ തലമുറ എന്ന് പറയുന്നത് അറിവിന്റെ അങ്ങേ തലയ്ക്ക് നിൽക്കുന്ന ഒരു തലമുറയാണ്. ഈ തലമുറയെ സ്വാധീനിക്കാൻ വേണ്ടി ഇത്തരം ഇന്റർനെറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള ഇവാഞ്ചലിസം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ? ഓക്കെ. അപ്പം ഏതൊക്കെയാണ് സോഷ്യൽ മീഡിയാസ് എന്നൊക്കെ പറയുമ്പോ ലിഡിയ? ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സാപ്പ്, ട്വിറ്റർ, പറഞ്ഞോ, യൂട്യൂബ്, അങ്ങനെയുള്ള എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം നമുക്ക് സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഇടയിൽ വലിയൊരു സാധ്യതയാണ് QR കോഡ്. QR കോഡ് എന്ന് പറയുന്നത് ഒരു വലിയ സാധ്യതയാണ്. എനിക്ക് തോന്നുന്നു ക്രൈസ്തവ മാഗസിൻ അല്ലെങ്കിൽ പത്രങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് QR കോഡ് എന്നുള്ള ഒരു സംഭവം ആദ്യമായിട്ട് ആരംഭിച്ചത് ക്രിസ്തീയ സഹോദരിയാണ്. അതിനു മുമ്പ് മലയാള മനോരമയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് ഒരു സാധ്യത ഉണ്ട്. QR കോഡ് വഴി നമുക്ക് അത്തരം, ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഞാനൊരു കീ കണ്ടു, QR കോഡ് വഴി പിന്നെ അവർ സുവിശേഷം അറിയിക്കുന്ന ഒരു രീതി തന്നെ. അതുപോലെ തന്നെ നമ്മൾക്കിടയിൽ പല പ്രവർത്തനം, ക്യാമ്പസ് ക്രൂസൈഡ്, ഇങ്ങനെയൊക്കെയുള്ള പല പ്രവർത്തനം മിനിസ്ട്രിയിലൊക്കെ അവർ ഇതുപോലെയൊക്കെയുള്ള വ്യത്യസ്തമായ പല ശൈലികൾ, പല രീതികൾ അവര് ആ രീതിയിൽ അവർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഒന്ന്, നമ്മള് പിന്നെ ഈ സോഷ്യൽ മീഡിയ വഴി ചെയ്യുന്ന എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ഈ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യണം. അതുപോലെ നമ്മുടെ സ്റ്റാറ്റസോ നമ്മൾ ഷെയർ ചെയ്യുന്ന അതവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ മനസ്സിലാകുന്ന ഭാഷയിൽ വേണം നമ്മളത് പറയാനായിട്ട്. പ്രത്യേകിച്ച് ഈ അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാർ അത് ശ്രദ്ധിക്കണം എന്നുള്ളത്. നമ്മുടെ ഇടയിൽ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് കടന്നു വരുവാൻ ഇടയായി തീർന്നതിനായി ദൈവത്തിന് സ്തോത്രം. ഈ ഇടയായി തീരുക എന്നൊക്കെ കടന്നു വരിക എന്നൊക്കെ പറയുന്ന പദങ്ങൾ നമ്മുടെ ഇടയിൽ മാത്രം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അത് നമുക്ക് വെളിയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിന്റെ ഒരു ടെസ്റ്റിമണി, ആ ടെസ്റ്റിമണിയുടെ അടിയിൽ
ഒരാൾ കമന്റ് എടുത്ത് എന്തുവാ ഈ ഇടയായി തീരുക, നിങ്ങളിപ്പോ പലതവണ പറഞ്ഞല്ലോ ഇടയായി തീരുകയുടെ എന്തുവാ ഇതിന്റെ അർത്ഥം. ഒരു കാത്തലിക്സ് ആയിട്ടുള്ള ഒരാളാണ് അവിടെ ചോദിച്ചേക്കുന്നത്. അപ്പൊ അവർക്കൊന്നും മനസ്സിലാവത്തില്ല ഇടയായി തീരുക. അതുപോലെ കടന്നു വരിക, നമ്മൾ സാധാരണ പറയും നമ്മുടെ മുറ്റത്തുനിന്ന് പിന്നെ വീട്ടിൽ ചർച്ചിലോട്ട് കയറാനായിട്ട് നമുക്ക് വലിയ ദൂരമൊന്നും നമ്മുടെ വീടിന്റെ മുറ്റത്തുനിന്ന്, എന്നാലും നമ്മൾ പറയാം കടന്നു വരുവാനിട. ഈ കടന്നു വരിക എന്ന് പറയുന്നതിന്റെ ശരിയായ മീനിങ് ഒരു നദി കടന്ന് ഒരു കടല് കടന്ന് അത്രയും പ്രയാസപ്പെട്ട് ദുഷ്കരമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്ത് വരുന്നതിനെയാണ് ഈ കടന്നു വരിക എന്നുള്ള മലയാളം പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ നല്ല കാറിലൊക്കെ പോകുമ്പോഴും വലിയ കുഴപ്പമില്ലാതൊക്കെ നമ്മൾ ചെല്ലുമ്പോഴും നമ്മൾ കർത്താവെ കടന്നു വരുവാൻ ഇടയായി തീർന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ നമ്മുടെ ഇടയിൽ ഉപയോഗിക്കുന്ന ചില ഭാഷാ പ്രയോഗങ്ങളുടെ വ്യത്യാസമാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ നമ്മുടെ ഇടയിൽ ഉപയോഗിക്കുന്ന പല കഠിന പദങ്ങളും പലർക്കും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്താൽ, അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു സ്റ്റാറ്റസ് ഇടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കണമെന്നില്ല, നോക്കണമെന്നില്ല. എന്തെങ്കിലും ഒരു 2-3 സെന്റൻസ് മാത്രം അത്രമാത്രം നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരത് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലോകപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഭയങ്കരമായിട്ട് പിന്നെ പുകഴ്ത്തുകയും അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇവാഞ്ചലിസം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കൊന്നും പിടികിട്ടത്തില്ല. അപ്പൊ അവർക്കൊരു സംശയം, വാസ്തവത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നൊരു ചിന്താഗതി അവർക്കും ഉണ്ടാവും, ഇല്ലേ? ഇപ്പൊ ഓണം ആഘോഷിക്കുന്നു, ദൈവമക്കൾ ഓണം ആഘോഷിക്കാറില്ല. പക്ഷെ ഓണത്തെ അനുബന്ധിച്ച് അതിനെ അനുകൂലിച്ചും പിന്നെ ഒക്കെയുള്ള പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടാവും. പല സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾ ആരും ഓണം നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് പോയാൽ പറ്റത്തുള്ളായിരിക്കും. ഞാനതൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഓണത്തെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്തേച്ച് അതിനിടയ്ക്ക് കയറി സുവിശേഷം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ അതിനെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളണമെന്ന് ഇല്ല. പല നെഗറ്റീവ് കാര്യങ്ങളെ, ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളും പല വിഷയങ്ങൾക്കും പല അഭിപ്രായങ്ങൾ നമുക്കുണ്ട്. ഇപ്പൊ രാഷ്ട്രീയ വിഷയമായാലും, ഇപ്പൊ വയനാടിനോടുള്ള ബന്ധത്തിലായാലും മണിപ്പൂരിനോടുള്ള ബന്ധത്തിലായാലും പലർക്കും പല അഭിപ്രായങ്ങൾ കാണും. നമ്മുടെ അഭിപ്രായം ചിലപ്പോൾ നമ്മുടെ നേതൃത്വത്തിനെതിരെയോ സർക്കാരിനെതിരെയോ ഒക്കെയാണ്. നമുക്കെല്ലാവർക്കും രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്താഗതികളൊക്കെ ഉള്ളവരാ. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒരു ആവേശത്തിനടുത്ത് പോസ്റ്റ് ചെയ്ത് വെച്ച് അതിന്റെ കൂട്ടത്തില് പിറ്റേ ദിവസം യേശുക്രിസ്തു ഏക ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോഴും ആൾക്കാർക്ക് അവിടെ സംശയം അവരിലേക്ക് ജനിപ്പിക്കാനൊരു സാഹചര്യമാകും. അതുകൊണ്ട് എല്ലാ കാലത്തും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ഞാനും പലപ്പോഴും ചിന്തിക്കാറ്, ചില സമയത്ത് ഇടുന്ന സ്റ്റാറ്റസ് പിന്നെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലാണോ എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ചില സ്റ്റാറ്റസുകൾക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നമുക്ക് നന്നായിട്ട് അവരോട് മറുപടി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ സോഷ്യൽ മീഡിയ ഇവാഞ്ചലിസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്തിനേയും ഏതിനേയും പ്രോത്സാഹിപ്പിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആരാണെന്നും നമ്മൾ എങ്ങനെയുള്ളവരാണെന്നും നമ്മൾ ദൈവമക്കളാണെന്നും ഉള്ള ആ ഒരു ബോധ്യത്തോടു കൂടെ മാത്രമേ നമ്മൾ കാര്യങ്ങൾ ചെയ്യാവൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ കുറെ കൂടെ അത് പിന്നെ അതുകൊണ്ട് സമൂഹത്തിലെ വിഷയങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയേണ്ടെന്ന് ഒന്നുമല്ല, പക്ഷെ അതൊക്കെ വളരെ ശ്രദ്ധിച്ചാവണം എന്നുള്ളതാണ്. വളരെ സൂക്ഷിച്ചു വേണം അത് നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, ഈ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാമോ? 1 Peter chapter 3 verse 15. 1 പത്രോസ് 3-ാം അധ്യായം 15-ാം വാക്യം. 1 പത്രോസ് 3-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങളുള്ള ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും ഭയഭക്തിയും പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ പറഞ്ഞെന്ന് എനിക്കറിയില്ല. നമ്മുടെ വയനാടിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പിന്നെ പോസ്റ്റർ ചെയ്തായിരുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവാകുന്ന കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ എനിക്ക് ഞാനത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തപ്പം ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കഷ്ടങ്ങളും അനർത്ഥങ്ങളും നമുക്കുണ്ടാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ചോദ്യങ്ങളൊക്കെ വന്നു. അപ്പൊ പലരും അതിനെക്കുറിച്ച് എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടു. അപ്പൊ അവരോടൊക്കെ ന്യായമായ രീതിയിൽ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. വലിയ ആർഗ്യുമെന്റിലേക്ക് പോവാതെ നമുക്ക് അവരോട് ന്യായമായ രീതിയിലൊക്കെ സംസാരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ ശാന്തതയോടെ സമാധാനത്തോടെ അവർക്ക് ഉത്തരം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. നമ്മളെ പിന്നെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. വളരെ സംയമനത്തോടെ ഈ വിഷയങ്ങൾ ആത്മനിയന്ത്രണത്തോടെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. ഈ സോഷ്യൽ മീഡിയ ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്പെഷ്യലാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സോഷ്യൽ മീഡിയ വഴി നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും, പ്രത്യേകിച്ച് ഓൺലൈൻ ശുശ്രൂഷകൾ, ഒരിക്കലും മനുഷ്യരെ നമ്മൾ നേരിട്ട് കാണുന്നില്ല. ഇപ്പൊ ക്രിസ്തീയ സഹോദരർ തന്നെ ഉള്ളവർ തമ്മിൽ കാണുന്നത് ഈ അടുത്ത സമയത്ത്, ഈ കോവിഡിന് ശേഷമൊക്കെയാണ് പലരും അവിടെ ഇവിടെ വെച്ചൊക്കെ
കണ്ടത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഓൺലൈൻ മിനിസ്ട്രിയിൽ ഉണ്ടാകുന്ന ഒരു പരാജയം എന്ന് പറയുന്നത് മനുഷ്യർ നേരിട്ട് കാണുന്നില്ല, ഒള്ളി വോയിസ് അല്ലെ, ആ വോയിസ് കൂടെ വാട്സാപ്പിലൂടെ ആണെങ്കിൽ വോയിസ് കൊണ്ട് മാത്രമാണ് നമ്മൾ മനുഷ്യരെ അറിയുന്നത്. ആ അറിവ് പലപ്പോഴും നമുക്ക് പൂർണ്ണമല്ല. അവിടെ നമുക്ക് പല പരിമിതികളുണ്ട് ആൾക്കാരെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൽ പരാജയങ്ങൾ വരും. പിന്നെ പല അറ്റാക്കുകൾ ഈ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വോയിസ് റെക്കോർഡിങ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ വോയിസ് എടുത്ത് പലരും പിന്നെ എന്താണ് ഷെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. എന്തായാലും ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക, എന്ത് ശുശ്രൂഷ ചെയ്താലും ഡിപ്പെൻഡ് ഓൺ ദി ഹോളി സ്പിരിറ്റ് അല്ലേ. പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസോടുകൂടെ നമുക്ക് ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കണം. പല ഇമെയിൽസുകൾ നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. പലരുടെ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്താൽ അതുവഴി നമുക്ക് ഗോസ്പൽ അവരോട് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. പല വെബ്സൈറ്റുകളിലൂടെ നമുക്ക് ഗോസ്പൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ കുട്ടികൾക്കിടയിൽ, കോളേജ് സ്റ്റുഡൻസിന്റെ ഒക്കെ ഇടയിലൊക്കെ ഇത്തരത്തിലുള്ള പല വെബ്സൈറ്റുകളും വർക്ക് ചെയ്യുന്നുണ്ട്. അതുവഴിയൊക്കെ നമുക്ക് പിന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പല ഗോസ്പൽ ആപ്പുകളുണ്ട്. അതുപോലെ നമുക്ക് പല സ്റ്റോറികൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന പല ആപ്പുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ എന്ത് ചെയ്താലും അത് കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ഉള്ളതാകയാൽ അത് ആ ഒരു ചിന്തയോടുകൂടെ മാത്രം നമ്മളത് ഉപയോഗിച്ചാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ സാധ്യതയാണ്. ആ സാധ്യത നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരെ ബുദ്ധിപൂർവ്വം ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവാത്മാവിന്റെ ഗൈഡൻസോടുകൂടി നമുക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നല്ല ഫലം ഉളവാക്കുന്ന ഒരു മേഖലയാണ് ഈ സോഷ്യൽ മീഡിയ എവാഞ്ചലിസം. വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ചില ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്താണ് സുവിശേഷീകരണം? സുവിശേഷീകരണം എങ്ങനെയൊക്കെ ചെയ്യാം? ആരാണ് സുവിശേഷം പറയേണ്ടത്? സുവിശേഷം പറയേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു സുവിശേഷം അറിയിക്കുന്ന വ്യക്തി എങ്ങനെയൊക്കെയുള്ള വ്യക്തി ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ധാരാളമായിട്ട് നമ്മൾ ഈ 10 ക്ലാസ്സുകളിലൂടെ കേട്ടു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ഈ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ. എന്നാൽ 5-6 എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ഓക്കെ, ഇവിടെ പൗലോസ് പറയുന്നൊരു വാക്യം ആണ് നമ്മൾ വായിച്ചത്. എന്താണ്? എൻ്റെ വാക്കുകൾ ഒരിക്കലും, എൻ്റെ പ്രസംഗങ്ങൾ ഒരിക്കലും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ കൊണ്ടാൽ അല്ലായിരുന്നു, മറിച്ച് ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ താനത് ചെയ്തു. നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോഴും നമുക്കിവിടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ഒരു ശക്തിയും പ്രദർശനത്തോടുകൂടെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആത്മാക്കളെ ക്രിസ്തുവിങ്കിലേക്ക് നേടുന്നതിന് ഒരു വലിയ ആത്മഭാരം നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നാം രക്ഷിക്കപ്പെട്ടു, നമ്മുടെ കാര്യം ഓക്കെയായി. അതുകൊണ്ട് ആ രീതിയിൽ അങ്ങ് പോകുക എന്നുള്ളതല്ല, നശിച്ചു പോകുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി നമ്മുടെ സമയം മാറ്റിവെക്കുവാൻ ഒരു വലിയ ഭാരം നമുക്ക് ഈ വിഷയത്തിൽ വേണം. നമ്മൾ കാണുന്നുണ്ട്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, പക്ഷെ വേലക്കാര് ചുരുക്കമാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം, കൊയ്ത്തിന്റെ യജമാനനോട് വേലക്കാരെ അയക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ഒരുപാട് നന്ദി. വലിയ സമർപ്പണത്തോടെ നമുക്ക് ഈ ക്ലാസ്സുകൾ നമുക്ക് അവസാനിപ്പിക്കാം. ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്രയും ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കുമെന്ന്. പക്ഷെ ദൈവകൃപയിൽ ആശ്രയിച്ചു, നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. എല്ലാവരോടും നന്ദി പറയുന്നു. നമ്മെല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വലിയ ആത്മഭാരത്തോടുകൂടെ
നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കൊക്കെ എപ്പോഴും ഒന്ന് സമയം ലഭിച്ചു എന്ന് വരികയില്ല. എന്നാൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സമയങ്ങൾ ലഭിക്കുമ്പോൾ അതിനുവേണ്ടി സമയം മാറ്റിവെച്ച് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെല്ലാവരെയും ഒന്ന് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമുക്ക് അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. വരും ദിവസങ്ങളിൽ കർത്താവ് അതിനായിട്ട് നമ്മെ ഒരുക്കട്ടെ. എല്ലാവരോടും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമസ്കാരം.